ഒരു ഇതില്ല, ജസ്റ്റ് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. അനുപമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത്ര പോരാ. എങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് ഒരു സുഖമില്ല, ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ തീരട്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു സെക്കൻഡ് ഹാഫ്. ഡ്രാമയായിട്ടാണോ പോകുന്നത്? ഫസ്റ്റ് ഹാഫിൽ ഏകദേശം ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളും സെറ്റൊക്കെ ആവും. പിന്നെ അങ്ങോട്ട് വേറൊരു പാത്തിൽ കാണിച്ചിട്ട് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. നമ്മള് മിസ് ചെയ്തൊരു സുരേഷ് ഗോപി അതൊന്നും വന്നിട്ടില്ല. മിസ് ചെയ്തൊരു ഷാജികലത്തിന്റെ പഴയ പടമല്ലേ സുരേഷ് ഗോപിയുടെ, ആളൊക്കെ പ്രതീക്ഷ ഒന്നുമില്ല. അതുപോലുള്ള സ്ട്രെങ്ത് ഡയലോഗ് ഒന്നുമില്ല. ഡയലോഗ് ഒക്കെ ഒരു ഗുമ്മില്ല. ആദ്യം ആദ്യത്തെ ആ ഇന്റർവ്യൂലൊക്കെ ആവണ സമയത്ത് കുറെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് സീൻസ് അടിപൊളി. ഡയലോഗ് ആക്ഷനൊക്കെ ഉണ്ട്. കഥ മനസ്സിലായി, കഥ അറിയാൻ പറ്റി, ത്രില്ലടിപ്പിച്ചോ? സുരേഷ് ഗോപി എങ്ങനെയുണ്ടായിരുന്നു? സുരേഷ് ഗോപി എങ്ങനെയുണ്ടായിരുന്നു? ഓരോ സെക്കൻഡിലും തല ഇറങ്ങി വീണോണ്ടിരിക്കുകയാണ്. അപ്പൊ തല ഇറങ്ങി വീഴും, ഒന്നെങ്കിൽ തല ഇറങ്ങി വീഴും, അല്ലെങ്കിൽ കരഞ്ഞോണ്ടിരിക്കും. വേറൊരു പണിയും ഇല്ല. സുരേഷ് ഗോപി എങ്ങനെയുണ്ടായിരുന്നു? അവലൊക്കെ കൊള്ളാം. സുരേഷ് ഗോപിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അനുപമ പോരാ. നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. ഞാനൊരു കോർട്ട് ഡ്രാമ, കംപ്ലീറ്റ്ലി ഒരു കോർട്ട് ഡ്രാമ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല. പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇത് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൊമെന്റ്സ് ഒക്കെയാണ്. അത് എനിക്ക് തോന്നി പേരിന്റെ ഇതിലാണ് ഇഷ്യൂ വന്നതെന്നാണ് ഞാൻ ആസ് വെൽ ആസ് ഐ നോ. അത് 2-3 സ്ഥലത്ത് കോർട്ട് സീൻസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് അൺനെസസറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ്. ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ടൊരു എന്ത് കണക്ഷനാണ് ഇവർ ഉണ്ടാക്കിയതെന്നറിയില്ല. പക്ഷെ കാണേണ്ട ഒരു പടമാണ്. ഒരു സൊസൈറ്റി, ഒരു യങ്സ്റ്റേഴ്സ് കണ്ടിരിക്കേണ്ടത്. ഈ സിനിമയുടെ ആവശ്യമില്ല, മൊത്തത്തിൽ പോരായ്മ. കണ്ണും പറഞ്ഞ കഥ വെറുതെ ഒരു പാർട്ടിയെന്ന് പറഞ്ഞ് മറ്റേ പാർട്ടിയെ താക്കാൻ വേണ്ടി സിനിമ എടുത്തല്ലോ. സുരേഷ് ഗോപിയുടെ അതിലെ മോശം, വളരെ മോശം. അനുപമ സുരേഷ് ഗോപി അല്ലെങ്കിൽ തന്നെ അനുപമയെ കൊണ്ടൊന്നും ഒരു കുടത്തിലും കൊള്ളില്ല. ഇതില അത് ഒട്ടും കൊള്ളില്ല. കാണാൻ മാത്രമായിട്ടൊന്നും ഇല്ല. ത്രില്ലിംഗ് മൊമെന്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് നല്ല രസം. ഒരു പേടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ആ ഒരു സീൻ മാത്രം കൊള്ളാം, ബാക്കിയൊന്നും കൊള്ളില്ല. ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ സിനിമയുടെ ആവശ്യമില്ല. ഡയറക്ടറൊക്കെ വരെ പഠിക്കാൻ മനുഷ്യന്റെ സമയങ്ങളായിരുന്നു. സുരേഷ് ഗോപിയുടെ ഒരു ഫയർ ബ്രാൻഡ് പ്രകടനം ഒന്നും കിട്ടിയില്ല. ഫയറ് കുറച്ച് തീ കൊളുത്തിട്ട് നടത്തി കഴിഞ്ഞാൽ നടത്തും, ഡാൻസ് നടത്തും. എല്ലാം വെറുതെ ഗുണമൊന്നുമില്ല. എപ്പം താടിയും അല്ല, ഈ വിവാദങ്ങളുടെ ഒക്കെ ആവശ്യം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഈ സെൻസർ ബോർഡിന്റെ ഇഷ്യൂസ് അത് ചുമ്മാ പ്രൊമോഷൻ ബ്രോ. ഇതിപ്പോ ഇതല്ലേ പുതിയ പ്രൊമോഷൻ മറ്റാണ്. വിവാദം, പാർട്ടി, 4 വിവാദമായി കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ കണ്ടിട്ടേ അത് മ്യൂട്ട് ചെയ്യുന്ന ആവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അതാണ് പറയുക, സിനിമയുടെ ആവശ്യമില്ല. പിന്നെ എന്തിനും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചുമ്മാ സമയം പോയത് വെറുതെ ബെസ്റ്റ്. ഒരു ആവറേജ് സിനിമയ്ക്കുള്ള. പക്ഷേ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് നടന്നില്ല. പാർട്ടിക്ക് എതിരായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് കൊണ്ട് അവരെ പറഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നത് അതിന് വേണ്ടി സിനിമ എടുത്തതാണോ എന്ന് തോന്നിപ്പോയി ക്ലൈമാക്സ് കണ്ടപ്പോൾ. അല്ലാതെ വേറെ എന്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സുരേഷ് ഗോപി പറയുമ്പോൾ ആ ഒരു രീതിയിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മ വയസ്സ് നോക്കുമ്പോൾ ഒരു ആവറേജേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് ഒരു അടിയിൽ പരിവാക്കി ആക്കി നശിപ്പിച്ച് അവിടെ എവിടെയും കൊണ്ട് നിർത്തി. ആക്ടീവ്സിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സുരേഷ് ഗോപിയുടെ മോന്റെ ആക്ടിങ് നമുക്ക് ഒരു രീതിയിലും സംതൃപ്തി തോന്നിയില്ല. ഒരു AI പാവയെ കൊണ്ട് നിർത്തിയിട്ട് ചെയ്യുന്നത്. അനുപമ പരമേശ്വരൻ എല്ലാ സിനിമയിലും എന്താണ് ചെയ്യുന്നത് അതേപോലെ ഞങ്ങൾ നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങൾ ഇതായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ പേര് മാറ്റാതെ നിങ്ങൾ റിലീസ് ചെയ്യണം. വേണ്ടേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ അത് ചെയ്തോ? നിങ്ങൾ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ വെറും താല്പര്യം അത് നീയൊക്കെ ഈ സിനിമ കൊണ്ടായിരിക്കും. ഇതൊന്നും 1 രൂപ പോലും കിട്ടാൻ അത്രയ്ക്ക് വലിയ സാധനമൊന്നും. പക്ഷെ കിട്ടിയാൽ എപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത്, നിങ്ങൾ സിനിമാക്കാർ പോലും ജനങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് 10 പൈസ കിട്ടിയ. പക്ഷെ ഇതിന്റെ കണ്ടന്റ് കൊണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടാനൊന്നും പോകും. അത് പക്ഷെ നിങ്ങളെ സിനിമക്കാരും സെൻസർ ബോർഡ് ഒരേപോലെ വിട്ടികളായി. ഇതിൽ തന്നെ പറയുന്നു, സിനിമയ്ക്കകത്ത് തന്നെ പറയുന്ന ഡയലോഗും കൂടെ കടമെടുത്തിട്ടാണ് പൊതുജനം കഴുത വിഡ്ഢി.
അതിനി ഏറെ നാളൊന്നും വില പോകില്ല. നിങ്ങൾ സെൻസർ ബോർഡാണെങ്കിൽ ഈ സിനിമയുടെ ഇപ്പോൾ ഞങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങളുടെ കയ്യിലും മീഡിയയും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ സിനിമയാണെങ്കിലും ഏത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് അത്രയും